students, graphical study of motion നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ പാർട്ട് 2, അതായത് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻസിൽ എന്ന് പറയുന്നാൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫാണ്. ആ ഗ്രാഫിൽ നിന്ന് ഏത് ടൈപ്പ് മോഷൻ ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഐഡിയ നമുക്ക് പാർട്ട് 1 ഞാൻ പ്രസൻറ്റ് ചെയ്ത ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നിങ്ങളോട് വരയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, എല്ലാ ഗ്രാഫും ഞാൻ ഇവിടെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ഇതാദ്യം ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഞാനിവിടെ കൊടുക്കുന്നത്, ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ, പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ ഇങ്ങനെയാണ് വെച്ച് വെച്ചത്. രണ്ടാമത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. മൂന്നാമത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ആൻഡ് നാലാമത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതാണ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ആൻഡ് ഫിഫ്ത്ത് ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് പോവുകയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. സിക്സ്ത് വൺ, വെലോസിറ്റി ടൈം ഗ്രാഫ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. സെവൻത് ഗ്രാഫ് ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ ഒരു ഡയറക്ഷൻ. എയ്ത്ത് ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ കണ്ടിന്യൂ ചെയ്യുന്നു, ഇങ്ങനെയാണ്. ആൻഡ് ഫൈനൽ ഗ്രാഫ് നയൻത് വൺ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നതിൽ ആദ്യം എടുത്ത ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഷൻ ഞാനൊരു ചാർട്ട് രൂപത്തിൽ തന്നായിരുന്നു. യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ ഈസ് ഫർദർ ക്ലാസിഫൈഡ് into uniformly accelerated or retarded, and it is again classified into non-uniformly accelerated or non-uniformly retarded. ഈ പറഞ്ഞ മൂവ്മെൻറ്റുകളാണ് ഈ കാണുന്നത്. ഇതെങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം വിത്തൗട്ട് വെരി ഈസി ഇൻ എ വെരി ഷോർട്ട് ടൈം, ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ ഐഡിയ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നും ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത്. റെഡി? ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ഗ്രാഫ് ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഏത് ടൈപ്പ് ഗ്രാഫാണെന്നറിയാൻ, ഏത് ടൈപ്പ് മോഷനാണെന്നറിയാൻ ഫസ്റ്റ് യു ഡിസ്കസ് ദ സ്ലോപ്പ് ഓഫ്, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്? വെലോസിറ്റി. ഐ ടോൾഡ് യു if the graph is a straight line parallel, അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്താ? വെലോസിറ്റി ആണ്. സ്ലോപ്പ് ഈസ് വെലോസിറ്റി and it is equal to 0. why? tan theta parallel ആണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് സ്ലോപ്പ് വെലോസിറ്റി ആണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ. അതെങ്ങനെ മനസ്സിലായി? dx/dt. what is dx/dt? വെലോസിറ്റി. വെലോസിറ്റി 0 ആണെങ്കിൽ ബോഡി റെസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി സെക്കൻഡ് ഗ്രാഫ്, വീണ്ടും വൺസ് അഗൈൻ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഗ്രാഫിന്റെ ഷേപ്പ് ഇവിടെ നോക്കിയേ, സ്ലോപ്പ് ഈസ് വെലോസിറ്റി തന്നെ, ബിക്കോസ് പൊസിഷൻ ടൈം ഗ്രാഫ് സ്ലോപ്പ്. ആൻഡ് ഗ്രാഫ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ഇൻക്ലൈൻഡ് ആണെങ്കിൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ലോപ്പ് ഈസ് വെലോസിറ്റി ഈസ് എന്തുവാ? കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, അതെന്ത് മോഷനായി? യൂണിഫോം മോഷനായി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രാഫിലേക്ക് പോകാം. ഇത് സെക്കൻഡ് വൺ ആയിരുന്നു. തേർഡ് ഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഞാൻ വീണ്ടും മനസ്സിലാക്കി വരയ്ക്കുന്നു. പൊസിഷൻ ടൈം ഗ്രാഫ്, വൺസ് അഗൈൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ കർവ്. അപ്പോൾ ഗ്രാഫ് ഈസ് എ കർവ്, സ്ലോപ്പ് ഈസ് വേരി. സ്ലോപ്പ് വേരി ചെയ്താൽ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്? വെലോസിറ്റി വേരി ചെയ്യും. വെലോസിറ്റി വേരി ചെയ്താൽ
അത് ആക്സിലറേറ്റഡ് ആവാം, റിട്ടാർഡഡ് ആവാം, യൂണിഫോംലി ആക്സിലറേറ്റഡ് ആവാം, റിട്ടാർഡഡ് ആവാം, നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആവാം, റിട്ടാർഡ് ആവാം. ദർ ഇസ് 4 പോസിബിലിറ്റീസ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ യു ഹാവ് ടു ഗിവ് ദ ഇക്വേഷൻ ഓഫ് ഗ്രാഫ്. വാട്ട് ഈസ് ദാറ്റ്? y ഗ്രാഫ് കർവ് ആണെങ്കിൽ, പരാബോളിക് ഷേപ്പ് ആണ് എങ്കിൽ y പ്രപ്പോർഷണൽ ടു x സ്ക്വയർ ആണ് നമ്മുടെ ഫോർമുല എങ്കിൽ, y ആക്സിസിൽ പൊസിഷൻ ആണ്, x ആക്സിൽ ടൈം ആണെങ്കിൽ therefore x പ്രപ്പോർഷണൽ ടു t സ്ക്വയർ ആണ്. ഡിഫറൻഷിയേറ്റ് dx by dt proportional to 2t. That is velocity proportional to 2t. ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ ആൻസർ മനസ്സിലായി. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം. വൺസ് അഗൈൻ ആക്സിലറേറ്റ്, കാരണം വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ dv by dt proportional to 2 എന്ന് പറഞ്ഞാൽ dv by dt ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു 2 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ ഈക്വൽ ടു 2 എന്നല്ല, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഫോം ചെയ്തു. അപ്പൊ ഇതെന്താ? യൂണിഫോംലി ആക്സിലറേറ്റഡോ യൂണിഫോംലി റിട്ടാർഡഡോ. അപ്പൊ കൺഫ്യൂഷൻ, ഇത് ഏതാണ്? 2 ഓപ്ഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണും. അപ്പൊ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണോ യൂണിഫോംലി റിട്ടാർഡഡ് ആണോ എന്നറിയാൻ ഇനിഷ്യലി നിങ്ങളൊരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് ഈ സ്ലോപ്പ്. അപ്പൊ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക, ഇത് സ്ലോപ്പ്. ഈ 2 സ്ലോപ്പ് നോക്കിയാൽ സ്ലോപ്പ് ഇവിടെ ഇൻക്രീസിങ്, അപ്പ ഇവിടെ സ്ലോപ്പ് ഡിക്രീസിങ്. അപ്പൊ ഫൈനൽ ഡിക്രീസിങ്ങും ഇനിഷ്യൽ ഇൻക്രീസിങ്ങും ആണെങ്കിൽ, ഫൈനൽ കുറയുകയും ഇനിഷ്യൽ കൂടുകയാണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്തോ നെഗറ്റീവ് ആക്സിലറേറ്റഡ്. ദാറ്റ് മീൻസ് യൂണിഫോംലി റിട്ടാർഡഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 4th ഗ്രാഫ്, ഇത് നമ്മുടെ 3rd ഗ്രാഫ് ആയിരുന്നു. അപ്പൊ 4th ഗ്രാഫ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ 2 ക്വസ്റ്റ്യനും യു ക്യാൻ ഗോ വെൻ യു ഗോ ത്രൂ NCERT മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ യു ക്യാൻ സീ ദീസ് 2 ഗ്രാഫ്. ഇങ്ങനെ ഒരു ഗ്രാഫ് കൂടെ കാണാം. ആദ്യത്തെ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇതെന്തായിരിക്കാം? ഇത് സെയിം x പ്രൊപ്പോർഷണൽ ടു t സ്ക്വയർ ആണ്. ആൻഡ് dx by dt പ്രൊപ്പോർഷണൽ ടു എന്തോ 2t ആണ്. ദാറ്റ് ഈസ് therefore velocity proportional to എത്രയാ? 2t ആണ്. ദാറ്റ് ഈസ് dv by dt proportional to എന്തുവാ? 2. That means acceleration proportional to. ഇതും യൂണിഫോംലി ആക്സിലറേറ്റഡോ റിട്ടാർഡഡോ ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ, ഇത് എന്തുവാ? നോക്കിക്കേ, ഇനിഷ്യലി യു ഡ്രോ എ ടാൻജന്റ്, ഇറ്റ് ഈസ് ഡൗൺ ഡിക്രീസിങ്. ഫൈനലി യു ഡ്രോ അനദർ ടാൻജന്റ്, ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പൊ ഇൻക്രീസിംഗ് ഡിക്രീസിംഗിന്റെ ഡിഫറൻസ് എടുത്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതെന്താ? പോസിറ്റീവ് ആക്സിലറേറ്റഡ് മോഷൻ. അതായത് യൂണിഫോംലി ആക്സിലറേറ്റഡ്. ദിസ് ഈസ് യൂണിഫോംലി റിട്ടാർഡഡ്. Without having any kind of equation, we identified what is the type of motion. This is the method that we are going to study for a graph. Okay? And നമ്മൾ അടുത്ത ഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, നമ്മുടെ 5th ഗ്രാഫ്. ആ ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ വെലോസിറ്റി ടൈം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം സ്ലോപ്പ് dy by dx dv by dt ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്ലോപ്പ് ഈസ് dv by dt ആണ്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇവിടെ എത്രയായി? പാരലൽ ആണെങ്കിൽ, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആണെങ്കിൽ ആക്സിലറേഷൻ ആയ സ്ലോപ്പ് ഈസ് ആക്സിലറേഷൻ ഈക്വൽ ടു 0. ആക്സിലറേഷൻ 0 ആണെങ്കിൽ വെലോസിറ്റി വിൽ ബി എ ചേഞ്ച് in velocity by time on acceleration. That means there is no change in velocity with respect to time. That means velocity is a constant. Velocity constant ആണെങ്കിൽ it will be a uniform motion. Okay? And 6th one ഗ്രാഫ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, വീണ്ടും once again നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ. അപ്പൊ ഇത് അഗൈൻ സ്ലോപ്പ് ഈസ് എന്തോ ആക്സിലറേഷൻ ആൻഡ് ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഈസ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ അടുത്തത് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണോ നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണോ? അപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് പോസിറ്റീവ് ആണ്. അപ്പൊ അതെന്താ? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇതെന്തുവാ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രീവിയസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, യൂണിഫോം മോഷൻ ആണ്. ആൻഡ് 7th one
The same velocity time graph drawing once again. Look this graph. Here also slope is acceleration and it is straight line inclined. S is constant. And look, slope is inward, downward. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് ഡിക്രീസിങ്. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് കോൺസ്റ്റന്റ്. അപ്പോൾ therefore it is uniformly retarded. ഈസി അല്ലേ? ആൻഡ് എയ്ത്ത് വൺ ഗ്രാഫ് നമ്മൾ വീണ്ടും പ്രസന്റ് ആക്കും. എയ്ത്ത് വൺ ഗ്രാഫ്, ലുക്ക് എയ്ത്ത്. Look once again we are drawing velocity time graph. ആ എയ്ത്ത് ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ ഷേപ്പാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഗ്രാഫ് ഏത് ഷേപ്പാ? കർവാ. അപ്പൊ നോക്കിയേ, v proportional to t square ആണ്. ശരിയല്ലേ? y square is equal to 4ax ഫോമിൽ y proportional to x square നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പൊ dv by dt എന്തോ proportional to 2t. That means acceleration proportional to. Acceleration is changing with respect to time. അതായത് acceleration ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ യൂണിഫോംലി റിട്ടാർഡഡ് ആയിരിക്കാം. ഇതറിയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇനിഷ്യൽ പോയിന്റിലും ഫൈനൽ പോയിന്റിലും സ്ലോപ്പ് പോവുക. അപ്പൊ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നു, അതിനനുസരണം ആക്സിലറേഷൻ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഫൈനൽ ഡിക്രീസിങ്ങും ഇനിഷ്യൽ ഇൻക്രീസിങ്ങും ആണെങ്കിൽ ആൻസർ ഏത് സൈൻ ആയിരിക്കും? നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈമിനനുസരിച്ച് ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതെന്തായി? നോൺ യൂണിഫോംലി റിട്ടാർഡഡ് മോഷനാണ്. ഓക്കെ. And once again, and the last and the final graph, ninth one. Look that ninth one, velocity time graph in that manner. അവിടെ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ v proportional to t square എന്നെടുക്കാം. അപ്പൊ dv by dt proportional to എന്തായിരിക്കും? 2t. ആക്സിലറേഷൻ proportional to എത്രയാ? 2t. ഇവിടെ ആക്സിലറേഷൻ is changing according to time. അപ്പൊ എന്താ? നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡോ നോൺ യൂണിഫോംലി റിട്ടാർഡഡോ ആവും. അപ്പൊ അങ്ങനെയാണ് അത് എങ്ങനെ തിരിച്ചറിയാം? ഇനിഷ്യൽ ആയിട്ടൊരു സ്ലോപ്പ് വരയ്ക്കുക, ഫൈനൽ ആയിട്ട് സ്ലോപ്പ് വരയ്ക്കുക. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ അർത്ഥം ആക്സിലറേഷൻ കൂടി വരുന്നു. അതിന്റെ അർത്ഥം നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ്. നോക്കിക്കേ, നമ്മൾ കാണാൻ പോകുന്ന ഏത് ഗ്രാഫും ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ആയിരിക്കും. അപ്പൊ വിതൗട്ട് എനി അതർ എക്സ്പ്ലനേഷൻ വി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ ഹൗ വി ഐഡന്റിഫൈ എ മോഷൻ ഫ്രം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് ഇത് ഒരു ബോഡി ത്രോ ചെയ്തെന്നേ ഞാൻ നിങ്ങളോട് പറയുന്നു, വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u. And after a time, t, final velocity is equal to minus of initial velocity. ഇതിന്റെ position time graph, draw the position time graph, draw the corresponding position time graph, xt graph വരയ്ക്കണം. എങ്ങനെ? ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, അപ്പൊ നമ്മൾ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ് ആണെങ്കിൽ y പ്രൊപ്പോർഷണൽ ടു x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ, y പ്രൊപ്പോർഷണൽ ടു x, y is v, x is t. Therefore, the question is to find position time graph. How you find position from velocity? You remember, velocity is dx by dt proportional to t, and therefore dx proportional to t dt. Look, അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ therefore
integral dx is equal to proportional to integral t dt. Why I am putting proportionality symbol? Some constant may be there. Constant will not change the shape of the graph. Don't worry. So dx becomes x on integration proportional to t dt is t square by 2. Therefore, x proportional to t square. What is x proportional to t square? Parabola. We have two parabolic shape. One is this one and other one is this one. ഇതിലെ ഏത് പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് യു ഗോ ത്രൂ ദ ഒറിജിനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഗ്രാഫാണോ നമുക്ക് വേണ്ടത്? അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കുക. അപ്പോൾ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്താ? ആക്സിലറേഷൻ ആണ്. ആ ആക്സിലറേഷൻ്റെ നേച്ചർ എന്നാ? കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് ഏതാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്, കാരണം സ്ലോപ്പ് താഴേക്ക്. അപ്പോൾ നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് യൂണിഫോംലി റിട്ടാർഡഡ് ആയിരിക്കണം. യൂണിഫോംലി റിട്ടാർഡഡ് നമുക്കറിയാം, സ്ലോപ്പ് ഇനിഷ്യലി കൂടി ഫൈനലി കുറയണം. അപ്പോൾ ഇതാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. മനസ്സിലായി? ഇതല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കിയപ്പോൾ ഈ പാറ്റേണിൽ ഇരിക്കുന്നു. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നോക്കിയാൽ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് റീച്ചസ്. കണ്ടോ? ആൻഡ് ഹിയർ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഐ ക്യാൻ പുട്ട് ഇറ്റ് ആസ് എ പോയിന്റ്. ദാറ്റ് പോയിന്റ് പി, പൊസിഷൻ പി എവിടാ? വെലോസിറ്റി 0 ആയി. ഒരു ബോഡി ത്രോ ചെയ്ത് വെലോസിറ്റി 0 ആകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയി മാറി. അപ്പൊ അവിടെ വെലോസിറ്റി 0 ആണെങ്കിൽ, സപ്പോസ് യു ഡ്രോ എ ടാൻജന്റ്, ഇറ്റ് വിൽ ബി പാരലൽ. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് 0 ആണ്. അപ്പൊ അവിടെ വെലോസിറ്റി, പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ വെലോസിറ്റി, അത് 0 ആയി. ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനർത്ഥം സ്ലോപ്പ് ആദ്യം മേളിലേക്കായിരുന്നു, സ്ലോപ്പ് 0 ആയി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇതെഴുതി. അങ്ങനെ ഇവിടെ എത്തി. അതിന്റെ മീനിങ് എന്നാ? എറിഞ്ഞ ടൈമിലെ വെലോസിറ്റി യു ആയിരുന്നെങ്കിൽ തിരിച്ചു വന്നപ്പോഴത്തെ വെലോസിറ്റി യു ആയിരുന്നു. അതിന്റെ സൈൻ ഇത് v ഈക്വൽ ടു യു ആണെങ്കിൽ ഇവിടെ v ഈസ് ഈക്വൽ ടു മൈനസ് യു ആയി. കാര്യം എന്താ? എറിയുന്ന പൊസിഷനിൽ തന്നെ ആ ഒബ്ജക്റ്റ് തിരിച്ചെത്തിയതായിട്ട് മനസ്സിലായി. ഇത് ഏതായിരിക്കാം? Body thrown vertically upwards returns to the starting point. ഇത് വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഒരു ബോഡി നേരെ മേളിലേക്ക് എറിഞ്ഞിട്ട് റിട്ടേൺ ടു ദ ത്രോവേഴ്സ് ഹാൻഡ് എന്നുള്ളതിൻ്റെ ഗ്രാഫാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി? ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷൻ്റെ എല്ലാവിധ ഐഡിയാസും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രാഫ് കണ്ടാൽ ആൻസർ ചെയ്യാമെന്നുള്ള പല മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷൻ്റെ 10 വർഷത്തെ ജെയിലും നീറ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ എല്ലാം എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.